അടുത്ത കാലത്തുണ്ടായ അനുഭവം. ഞാൻ ഗ്രൂപ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ തനി ഗ്രാമം ഇല്ല, അത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഇവിടെ ഇടയ്ക്ക് വെച്ച് സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഈ കപ്പിൽ ഈ ഗ്ലാസ് ഈ വെള്ളം കൊണ്ടിരുന്ന് ഇങ്ങനെ വിരലിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറേ എൻ്റെ കൈ ശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ കൈ കഴുകിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പ്രധാന നല്ല നഗരങ്ങളിലൊക്കെ വലിയ റെസ്റ്റോറൻറ്റ് കഴുകി വെച്ചിട്ടുണ്ട്. സ്റ്റാഫിന് വേണ്ടിയും ബോർഡുണ്ട്. സ്റ്റാഫിന് പറഞ്ഞു കൊടുത്തെങ്കിലും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം സോപ്പിട്ട് സ്റ്റാഫ് കൈ കഴുകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കൈ പോലും കഴിയുന്നില്ല എന്ന് പലയിടത്തും കുടിക്കാൻ്റെ വെള്ളമില്ലാത്തൊരു കൈ കഴുകുന്ന അങ്ങനെ തോന്നും. അപ്പോൾ മലത്തിലുള്ള രോഗാണുക്കൾ ഇവർ ശരീരത്തിൽ വിസർജനം നടത്തുമ്പോൾ, മൂത്രവിസർജനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ശരീരം ചൊറിയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന രോഗാണുക്കൾ നേരെ നഖത്തിലാണ് വരുന്നത്, ഇതിട്ടാണ് കൊണ്ടുവരുന്നത്. അത് രോഗാണുക്കളെ പറ്റി പഠിപ്പിക്കുന്നതും ഈ ശീലിപ്പിക്കുന്നതും നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണമെന്ന് പഠിപ്പിക്കുക, ഇതെല്ലാം പരിശീലിപ്പിച്ചേ പറ്റൂ. അങ്ങനെ അല്ലാതെ ആർക്കും താനേ വരുന്നതല്ല. നമുക്ക് ഈ 5 പേരിലുണ്ട് ആ എടുക്കുന്ന ആളിനെ സംബന്ധിച്ചോളം ഒറ്റ സമയം കൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്നുള്ളത് കാരണം കൊണ്ട് എളുപ്പമായത് കൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അയാൾ തെറ്റേ ചെയ്യുന്നില്ല, പക്ഷെ രോഗം വരുത്തുന്ന രീതിയാണെന്ന് അറിയേണ്ടത്. രോഗാണുക്കൾക്ക് എളുപ്പം അയാൾ കൈ കഴുകിയാ പോകുന്നതല്ല നഖത്തിന്റെ കീഴിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. അപ്പം വെള്ളം, ചായ ഇതുപോലുള്ള സാധനങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ട്രെയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഗ്ലാസ് മേടിക്കുന്നതിന് ഒരു പ്ലേറ്റ് മേടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് ന്യായമൊന്നുമില്ല. അതിന്റെ മുകളിൽ അത് വെച്ച് തന്നെ എടുക്കാൻ പഠിപ്പിച്ചാൽ മതി. ഇതെല്ലാം നമ്മളിപ്പോ ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല. നഗരത്തില് നമ്മൾ സിറ്റി തന്നെ അടുത്ത കാലത്ത് പോലെ വലിയൊരു ചടങ്ങിന് പോയപ്പോഴത്തേക്ക് ഇതുപോലെ അപ്പവും ഇഡലിയൊക്കെ കൈ കൊണ്ടെടുക്കുക. ഞാൻ പറഞ്ഞ നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പൂൺ എടുത്ത് നമ്മളെടുക്കുക, അല്ലെ നിയന്ത്രിച്ചു കൊടുക്കണമെങ്കിൽ കൈക്ക് ഗ്ലൗസ് ഇട്ട് ഇപ്പൊ അത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇതൊരു 2 മാസം പോലും ആയില്ല. അപ്പൊ ഇതേ സാധനം ഡോക്ടർ നമ്മളെ കാലിലെ കൈ വൃത്തിയുള്ള ഡോക്ടറെന്നല്ല, ഡോക്ടറെന്നറിയില്ല സാറേ നമ്മുടെ കൈ വൃത്തിയാന്നാ പറയുന്നത്. അപ്പൊ ഇതൊരുപാട് പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ശീലിപ്പിക്കുന്നത് വഴി മാത്രമാണ് എങ്ങനെയാണ് രോഗാണുക്കൾ പകരുന്നതെന്നും എങ്ങനെയാണ് വൃത്തിയെ പറ്റി നമ്മൾ എന്താണ് ഈ വൃത്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ രോഗാണുക്കൾ വരുത്താതിരിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ മൈക്രോബ്സ് വളരെ ചെറിയ, നമ്മുടെ കണ്ണിന് കാണാത്ത രോഗാണുക്കൾ ഉണ്ടെന്നുള്ള അറിവ് തന്നെയാണ് നമുക്ക് ചെയ്യാനൊക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് പഠിപ്പിക്കേണ്ടത്. കൈ കഴുകുന്നത് വഴി പോകുന്നതല്ല അത്തരത്തിലുള്ള രോഗാണുക്കൾ എന്നുള്ളതും ഇതുപോലെ അറിയേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെരുപ്പിടാൻ തുടങ്ങിയതോടെ മറ്റേ മഴക്കാലമായ വളം കടിക്കാത്ത ആരുമില്ല. ഇന്ന് വളം കടി എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും അറിഞ്ഞു പോലും കൂടാ. വയറിനകത്ത് ഇരകളുണ്ടായിരുന്നു. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ എനിമ തന്നിട്ടായിരുന്നു ഇത് മുഴുവൻ എടുത്ത് കളയുന്നത്. ഇവിടെ ചെരുപ്പിട്ട് ശീലമേ ഇല്ല. ഇന്ന് കുട്ടികൾ ചെരുപ്പിടാൻ തുടങ്ങിയതോടെ തന്നെ വളം കടി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ലാഭ അകത്തേക്ക് കയറുന്ന പണിയേ ഇല്ല. ഇതെല്ലാം നമുക്കിങ്ങനെ കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഹാബിറ്റ് കൊണ്ട് രോഗമില്ലാത്തവരായി മാറിയത്. ചൊറിയും ചിരങ്ങും ഇല്ലാത്ത ഒരു എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്ലാസ് റൂമിൽ മുഴുവൻ പേർക്ക് ചൊറിയും ചിരങ്ങും ഇല്ലാത്ത, അതുപോലെ തന്നെ ചെവി പൊട്ടി ഇങ്ങനെ ഒഴിക്കുമായിരുന്നു, മൂക്കൊലിക്കുമായിരുന്നു. അങ്ങനത്തെ കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ കാണത്തുള്ളായിരുന്നു. ആ കുട്ടികൾ ഇല്ലാതായിരിക്കുന്നത് ഈ വൃത്തിയുടെ ലോകത്തൂടെ രൂപപ്പെട്ടതാണെന്ന് അറിയേണ്ടതുണ്ട്. ഒരു കാര്യം, നമ്മള് ഈ വാഴയിലയിൽ കഴിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനത്തെ ഒരുപാട് ആർഗ്യുമെന്റ്സും സൗകര്യമാണ് പലതവണ യൂസ് ചെയ്യുന്നത്. പിന്നെ കളയാം. 2 ദിവസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇലയുടെ വൃത്തികേട് എനിക്ക് പ്രശ്നമായി. ഞാൻ എൻ്റെ കർച്ചീഫൊക്കെ ഇല തുടയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ അവിടെ എന്താണ് പരിഹാരം? ഇപ്പൊ ചിലടത്ത് ഇലയെ പറ്റുള്ളായിരിക്കും, പക്ഷെ ഈ എന്താ പറയുക, ഇലയില് സകല പൊടിയായി ഇല വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേറെ ചർച്ചയൊന്നുമില്ല. നമ്മൾ ഇലയിൽ കഴിച്ചിരുന്നത് പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് സംശയമൊന്നും നമുക്ക് വേണ്ട. ലോകത്ത് ഏത് സ്ഥലത്തും നമ്മളിപ്പോ വാഴയില എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഇലയിൽ കഴിക്കുന്നവരാണെങ്കിൽ മറ്റുള്ള കൊച്ചു കൊച്ചു ഇല എടുക്കാത്തത്. അപ്പൊ ഇത് സൗകര്യമാണല്ലോ, അതുകൊണ്ടാണല്ലോ. അപ്പൊ വലിയ ഇലകളാണ്. അത് കഴിഞ്ഞാൽ പെരുമലം എന്ന് പറഞ്ഞാൽ വലിയ ഇലയുള്ള ഇത്, അല്ലെങ്കിൽ നമ്മൾ ചേമ്പിന്റെ ഇല, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കാരണം കൈക്ക് പകരം ഒരു പ്ലേറ്റിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതാണ് അത് ഡിസ്പോസിബിൾ ആണെന്നുള്ളത് സെക്കൻഡറി ആയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഈ പറഞ്ഞാൽ വലിച്ചെറിഞ്ഞാൽ വേഗം മറ്റൊരു മൃഗമോ എന്തെങ്കിലും ആടോ പശുവോ ഒക്കെ തിന്നു പോകും. ഇതൊക്കെ കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഈ വൃത്തിയാക്കുക എന്ന് പറയുന്നത്, ഇല വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇലയെടുത്ത് കഴുകിയിട്ട് തന്നെയായിരുന്നു വൃത്തിയുള്ളവർ ചെയ്യുന്നത്. അത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുള്ള വൃത്തിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. കൈകൊണ്ട് തന്നെ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ വൃത്തിയായെന്നാ നമ്മൾ കാര്യം. കയ്യിലത് പറ്റി എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. അപ്പം ഞാൻ വൃത്തിബോധം എന്ന് പറയുന്നത്
ഈ രോഗാണുക്കൾ എങ്ങനെ നമ്മളെ പിടിക്കുമെന്നും നമ്മൾ മാറുമെന്നുള്ള കാര്യം പഠിപ്പിച്ചാലേ അത് മനസ്സിലാവും. അത് ആലോചിച്ച് നോക്കണം, ഈ വർഷം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണ് 30,000-ൽ പരം മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹെപ്പറ്റൈറ്റിസ് എ ഈ വായു വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്ത രോഗം കേരളത്തിൽ വ്യാപകമാണ്. അല്ല, അത് വരുന്നുണ്ടെങ്കിൽ ഈ ആളുകള് ഈ കൊറോണയുടെ സാധനം പഠിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ആയി എന്നുള്ളതിന്റെ ലക്ഷണം. ഇല ഭക്ഷണം ഇലയിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടുന്ന ഇലയിൽ കഴിക്കുന്നത്. പിന്നെ ഇനിയൊരു ഒരെണ്ണമുണ്ട്. ഞാനൊരിക്കൽ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഒരു വഴി നിർത്തിയൊരു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ചൂടോടെ കഴിച്ചു. അപ്പോൾ എന്നിട്ട് ടാപ്പിൽ നിന്ന് അവിടെ ചെറിയ കടയാണ്. അപ്പോൾ അതിനിങ്ങനെ വായിൽ അവയുമ്പോൾ ആ വായിൽ വെള്ളം അത് കൊള്ളണ്ട, ചൂടുവെള്ളം കൊടുത്തു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ച്, സാറേ പൈപ്പിലൂടെയല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞു തൽക്കാലം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. പുറത്തിറങ്ങി ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിനൊരു ചെറിയ ടാങ്ക് മേളിൽ കെട്ടി വെള്ളം എന്തോ വരുന്നതാണ്. അതിൽ കാക്കയിരിക്കുക, ഒന്നിലധികം കാക്കയിരിക്കുക. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പൈപ്പിലൂടെ ഫാർമസി വായിക്കാത്ത കൂടുതലൊക്കെ ചെയ്യും, ചിലപ്പോൾ കുടിച്ചും കളയും. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ ഈ പറയാൻ കാര്യം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗം കേരളത്തിൽ ഇത്തവണ ഒരുപാട് റിപ്പോർട്ട് ചെയ്യും. അത് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് മാറി കണ്ട് അത് തീർത്തും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ കോളറായും വയറിളക്കം നമ്മൾ പറയുന്ന എന്താണ് അതിന്റെ ടെക്നിക്കൽ പേര്, ഡയറിയ. അത് ഈ തരത്തിലുള്ള എല്ലാ സാധനത്തിനും നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് വഴിയും ഒക്കെ നമ്മൾ മറികടന്നിട്ടുള്ളതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കണം, വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് എന്താ, വെള്ളം തിളപ്പിച്ച വെള്ളത്തിനകത്ത് കുറയുന്ന സമയത്ത് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ തിളയ്ക്കാതാണ് വീണ്ടും കൊടുത്തോണ്ടിരിക്കുന്നത്. ചൂടുവെള്ളം കൊടുത്താൽ മതി എന്നുള്ളതാണ് മനസ്സിലായത്. ഇത് ഈ ഒരു ലേണിംഗ് ആണ് സംഭവിക്കാത്തത്. ഇത് ക്ലാസ് റൂമിൽ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടതാണ്. കാരണം പുതിയ കുട്ടികളാണ്, പുതിയ ആൾക്കാരാണ്. അല്ലാതെ അത് ശീലമായി മാറുമ്പോഴും ചൂടുവെള്ളമാണ് കുടിച്ചാൽ നല്ലതാണ്, ശരീരത്തിന് ചൂടുവെള്ളം നല്ലതാണെന്നൊക്കെയാണ് പഠിക്കുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനാണ് നമ്മൾ പറയുന്നത്. ആ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്തുള്ള മൈക്രോബ്സ് ചത്തുപോകും എന്നുള്ളത് കൊണ്ടാണ് അത് അടുത്ത വെള്ളം, ഈ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളത്തിനകത്താണ് വീണ്ടും തിളപ്പിക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ളത് കാണുന്നതിന് പകരം ചൂടുവെള്ളമായിട്ടാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. വീണ്ടും ഈ ഹെപ്പറ്റൈറ്റിസ് പകരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശീലങ്ങളാണ് പറയേണ്ടത്. ഇതൊരു അരമണിക്കൂർ ചർച്ചയിൽ തീരുന്ന ഒരു വിഷയമല്ല. പക്ഷെ പല വിഷയങ്ങളും ചർച്ച ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചതാണ്. മൈത്രേയൻ ചേട്ടൻ ഇനിയും കിട്ടും. മൈത്രേയൻ ചേട്ടനെ പോലെ ഈ വിഷയത്തിൽ സമൂഹത്തിൻ്റെ വശത്തു നിന്നും അല്ലെങ്കിൽ മെഡിക്കൽ വശത്തു നിന്നും ഒക്കെ പറയാവുന്നവരാകുമ്പോൾ ഇനിയും നമ്മൾ ഈ ചർച്ച അവരുമായിട്ടൊക്കെ തുടരും. നമസ്കാരം.